നമസ്കാരം. എങ്ങനെയാണ് ഭഗവാൻ മഹാവിഷ്ണുവിന് സുദർശന ചക്രം കിട്ടിയതെന്നും ശിവ ഭഗവാന് തൃശൂലം കിട്ടിയതെന്നും ബ്രഹ്മാവിന് പുഷ്പക വിമാനം കിട്ടിയതെന്നുമാണ് നമ്മളിവിടെ പറയുന്നത്. നമ്മുടെ ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ മകളാണ് സഞ്ജന. ഈ സഞ്ജനയെ നമ്മുടെ എല്ലാം ഊർജത്തിൻ്റെ ദാതാവായ സൂര്യഭഗവാന് വിവാഹം ചെയ്തു നൽകുകയുണ്ടായി. പക്ഷേ ആദിത്യൻ്റെ തീവ്രമായ പ്രകാശം കാരണം സഞ്ജനയ്ക്ക് അല്പനേരം പോലും ഭർത്താവിൻ്റെ അരികിലിരിക്കാൻ കഴിഞ്ഞില്ല. ഭയങ്കര തേജസ് കാരണം ദുഃഖിതയായ സഞ്ജന അച്ഛനായ വിശ്വകർമാവിനോട് സങ്കടം ബോധിപ്പിച്ചു. അദ്ദേഹം സൂര്യഭഗവാന്റെ അടുത്ത് എത്തി തേജസ് അല്പം ലഘൂകരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. തൻ്റെ തേജസ് കുറയ്ക്കാൻ കഴിയില്ല എന്നും അതിന് അല്പമെങ്കിലും കഴിയുന്നത് അങ്ങേക്കാണെന്നും സൂര്യഭഗവാൻ മറുപടി നൽകി. സൂര്യ തേജസ് കുറയ്ക്കുന്നതിനായിട്ട് വിശ്വകർമാവ് തൻ്റെ കയ്യിലുള്ള ചാണ കൊണ്ട് സൂര്യൻ്റെ ശരീരത്തെ രാഗി മിനുക്കി. അപ്പോൾ സൂര്യൻ്റെ ശരീരത്തിൽ നിന്നും തേജസ്സിൻ്റെ അംശം കുറച്ച് മാറി അല്പം തേജസ് കുറയുകയും ചെയ്തു. ഇങ്ങനെ മാറിയ ധൂളി ഉപയോഗിച്ചാണ് ദേവശില്പി 3 വസ്തുക്കൾ നിർമ്മിച്ചു. അതിലൊന്നാണത്രേ സുദർശന ചക്രവും, രണ്ടാമത്തേത് തൃശൂലവും, മൂന്നാമത്തേത് പുഷ്പക വിമാനവുമാണ് ഇങ്ങനെ നിർമ്മിച്ച വസ്തുക്കൾ. ഇവ 3 യഥാക്രമം ഭഗവാൻ മഹാവിഷ്ണുവിനും രണ്ടാമത്തേത് ശിവഭഗവാനും നൽകി. മൂന്നാമത്തെ പുഷ്പക വിമാനം ബ്രഹ്മാവിനും നൽകിയെന്നാണ് നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞു പോരുന്ന ഒരു ഐതിഹ്യം. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.